Yo, hello guys, it's me, Catchy Camera. പുതിയൊരു വീഡിയോക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. സോ ഗൈസ്, നമ്മളെന്ന് ചെയ്യാൻ പോകുന്ന ഈ ഫോട്ടോ കണ്ടില്ലേ, അതെങ്ങനെയാണ് റീക്രിയേറ്റ് ചെയ്ത ഈ തരത്തിലാക്കാമെന്നാണ്. ഈ ഫോട്ടോ എടുത്തത് SH4HZAD എന്ന് പറഞ്ഞൊരു പുള്ളിക്കാരനാണ്. ആളിതേ ഈ തരത്തിലാണ് എടുത്തിരിക്കുന്നത്. അത് നമ്മൾ റീക്രിയേറ്റ് ചെയ്ത ഈ തരത്തിലാക്കാൻ പോകുന്നു. അപ്പോൾ പുള്ളിക്കാരൻ്റെ ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടാം. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അതൊന്ന് കയറി ഫോളോ ചെയ്തിട്ടേക്ക് കൂടെ എൻ്റെ കൂടി ഫോളോ ചെയ്തോ. സോ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. സോ ഗൈസ്, ഇതിൻ്റെ മെയിൻ കണ്ടൻറ്റ് എന്ന് വെച്ചാൽ ഒരു ബുക്ക്, പിന്നെ ഹാപ്പി ഓണം എന്ന് പറഞ്ഞ ഒരു സ്റ്റിക്കർ, പിന്നെ നമ്മുടെ വില്ലേജ് ഫ്ലഡിൽ മുങ്ങി കിടക്കുന്നത്, പിന്നെ ഇപ്പോൾ കൊറോണയുടെ കീപ് ഡിസ്റ്റൻസ്. അതിനായിട്ട് ഇതെടുക്കാനായിട്ട് നമുക്കൊരു ബുക്കിൻ്റെ ആവശ്യമുണ്ട്. ഒരു ഡയറി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നല്ല ബുക്കായാലും മതി, നല്ല തടിച്ചിട്ടുള്ള ബുക്ക്. എന്നിട്ട് അത് നടുപ്പേജ് ഇതുപോലെ ഓപ്പൺ ചെയ്ത് വെക്കുക. എന്നിട്ട് നമ്മുടെ കൈ ഇതുപോലെ നല്ലൊരു സീനറിക്ക് ആ ബുക്കിനെ നീട്ടി പിടിച്ചിട്ട് ഇതുപോലെ ഫോട്ടോ എടുക്കാം. ഫോട്ടോ എടുക്കലൊക്കെ കഴിഞ്ഞ് നമുക്ക് കിട്ടിയ ഫോട്ടോ ഇതാണ്. ഇനി നമുക്ക് കുറച്ച് PNGs ഡൗൺലോഡ് ചെയ്യണം. ഈ കാണുന്ന 1, 2, 3, 4 PNGs നമുക്ക് ഡൗൺലോഡ് ചെയ്യണം. ഇതിൻ്റെ എല്ലാത്തിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. നിങ്ങൾ ഇതൊന്ന് ക്ലിക്ക് ചെയ്ത് ഡൗൺലോഡ് ചെയ്യും. ഫസ്റ്റ് തന്നെ നമ്മുടെ പിക്ക് സ്നാപ്സീൽ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ടൂൾസിൽ ലെൻസ് ബ്ലർ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ സർക്കിളിൻ്റെ അത് നേരെ റെക്റ്റാങ്കിൾ ആക്കിയിടുക. ട്രാൻസാക്ഷൻ നല്ലോണം കുറച്ച് ഏതെങ്കിലും ഒരു മൂലയിൽ കൊണ്ടുപോയി എന്നിട്ട് ബ്ലഡ് സ്ട്രെങ്ത് നല്ലോണം കൂട്ടിയിടുക. എന്നിട്ട് നേരെ വിഗ്നിറ്റി സ്ട്രെങ്ത് അതൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ട് ടിക്ക് കൊടുക്കുക. എന്നിട്ട് നേരെ ഇവിടെ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് വ്യൂ എഡ്ജിൽ പോവുക, ആ ലെൻസ് ബ്ലർ സെലക്ട് ചെയ്യുക, പെൻസിലിൻ്റെ ചിഹ്നത്തിൽ ക്ലിക്ക് ചെയ്തിട്ട് നേരെ ഇൻവേർട്ട് കൊടുക്കുക. എന്നിട്ട് ബുക്കിൻ്റെ നമ്മുടെ കൈ മുഴിച്ച് ബാക്കിയുള്ളിടത്ത് എല്ലായിടത്തും നല്ലോണം ബ്ലർ കൂട്ടി കൊടുക്കുക. എല്ലാം ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ബുക്കിൻ്റെ ചുറ്റും ഒരു വൈറ്റ് കളർ ഷെയ്ഡ് വരും. അത് ഒന്ന് ഇറേസ് ചെയ്ത് കൊടുക്കുക. അവിടെ ഇത്തിരി ബ്ലർ പോയാലും കുഴപ്പമില്ല, അത് നമുക്ക് സെറ്റാക്കാം. ഇപ്പോൾ ആ സൈഡ് ഒന്ന് നല്ലോണം ഒന്ന് ഇറേസ് ചെയ്യുക. ലെൻസ് ബ്ലർ 0-ലാക്കിയിട്ടിട്ട് സൈഡിലത്തെ ആ ബ്ലർ മുകളിലത്തൊന്നും ചെയ്യേണ്ട, ആ സൈഡിലത്തെ ആ വെള്ള ഷെയ്ഡ് വരുന്നിടത്ത് മാത്രം അതൊന്ന് ഇറേസ് ചെയ്യുക. നമ്മുടെ കൈൻ്റെയും അവിടെ അതുപോലെ ഉണ്ട്, അതൊന്ന് ഇറേസ് ചെയ്ത് കളയാം. കാരണം എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. എല്ലാ കഴിഞ്ഞ് നമ്മൾ സാധാരണ ചെയ്യണ പോലെ ടിക്ക് കൊടുക്കുക. എന്നിട്ട് നമ്മുടെ ബ്രഷ് എന്ന് പറഞ്ഞ ഓപ്ഷൻ്റെ ടൂൾസിൽ അതിൽ പോയിട്ട് എക്സ്പോസർ സെലക്ട് ചെയ്ത് 0.3 ആക്കിയിട്ട് നമ്മുടെ ആ ബുക്ക് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക. പിന്നെ അതിൽ തന്നെ നമ്മൾ സാച്ചുറേഷൻ പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് ആ സാച്ചുറേഷൻ 5 ആക്കിയിട്ടിട്ട് നമ്മൾ ആ ബുക്ക് അല്ലാണ്ട് ആ ബാക്ക്ഗ്രൗണ്ട് ഫുള്ളൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക. സെക്കൻഡ് നമ്മുടെ പിക്ക് നേരെ പിക്സാർട്ടിൽ ഓപ്പൺ ചെയ്യുക. നമ്മൾ സ്നാപ്സീലിട്ട് എഡിറ്റ് ചെയ്ത് എന്നിട്ട് അവിടെ എഫക്ട്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ്റെ അതിൽ ക്ലിക്ക് ചെയ്ത് ബ്ലർ സെലക്ട് ചെയ്യുക. എന്നിട്ട് ബ്ലർ സെലക്ട് ചെയ്തിട്ട് ബ്ലർ ഇത്തിരി കൂട്ടിയിട്ടിട്ട് ആ ഇറേസറിൻ്റെ ചിഹ്നത്തിൽ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ നേരത്തെ ആ ഷെയ്ഡ് മാത്രം നമ്മൾ സ്നാപ്സിൽ വെച്ച് ഇറേസ് ചെയ്തില്ലേ, അവിടെ ഒന്ന് ബ്ലർ കൂട്ടി കൊടുക്കാം. ഇപ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാനത്ര മണ്ടര, നിനക്ക് നേരത്തെ തന്നെ പിക്സാർട്ടിലിട്ടിട്ട് എഡിറ്റ് ചെയ്താൽ പോലെ. കാരണം പിക്സാർട്ടിലിട്ട് ഞാൻ ഫസ്റ്റ് എഡിറ്റ് ചെയ്ത് നോക്കി, ഫസ്റ്റ് ബ്ലർ കയറ്റിയപ്പോൾ നമുക്കത് ആ മുകളിലത്തെ ആ ബൊക്ക കിട്ടിയില്ല. അതുകൊണ്ടാണ് നമ്മൾ സ്നാപ്സീലിട്ട് എഡിറ്റ് ചെയ്തത്. സ്നാപ്സീലിട്ട് എഡിറ്റ് ചെയ്തപ്പോൾ വേറൊരു പ്രശ്നം വന്നു, ഈ സൈഡിൽ ഇതിങ്ങനെ കയറി വരുന്നത്. അതുകൊണ്ടാണ് നമ്മളത് രണ്ടാമത് പിക്സാർട്ടിലിട്ട് എഡിറ്റ് ചെയ്യുന്നത്. പിക്സാർട്ടിലിട്ട് എഡിറ്റ് ചെയ്യുമ്പോൾ നമുക്കിത് ആ ഷെയ്ഡ് ആകെ ഇത്തിരി വരുന്നുള്ളൂ, പക്ഷേ ബൊക്കെ വരുന്നില്ല. അതുകൊണ്ടാണ് നമ്മൾ രണ്ടിലും ഇട്ട് ബ്ലർ ചെയ്തത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരെണ്ണത്തിലിട്ട് തന്നെ ബ്ലർ ചെയ്യാം, അത് നിങ്ങളുടെ ചോയ്സ്. ഞാൻ അടുത്ത പിക്ക് പോലെ ആവണമെന്നില്ലല്ലോ നിങ്ങളുടെ പിക്ക് എഡിറ്റ് ചെയ്തത്. ബ്ലർ ചെയ്ത് കഴിഞ്ഞാൽ
കഴിഞ്ഞാൽ പിന്നെ ആഡ് ഫോട്ടോ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ ഡൗൺലോഡ് ചെയ്ത് വെക്കാൻ പറഞ്ഞൊക്കെ ഡൗൺലോഡ് ചെയ്ത് വെച്ചത് ഹാപ്പി ഓൺ എന്ന് പറഞ്ഞത് ഫസ്റ്റ് അതിലേക്ക് ആഡ് ചെയ്യുക. എന്നിട്ട് ഇവിടെ ബ്ലെൻഡ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ മൾട്ടിപ്പിൾ സെലക്ട് ചെയ്തിട്ട് കറക്റ്റ് ആ ഫസ്റ്റ് ഇപ്പുറത്തെ പേജിൻ്റെ അവിടെ ഏറ്റവും അടിയിലായിട്ട് സൈസൊക്കെ കുറച്ച് ഇത്തിരി റൊട്ടേറ്റ് ഒക്കെ ചെയ്ത് കറക്റ്റ് നിങ്ങൾക്ക് ആ ആപ്റ്റ് ആയിട്ടുള്ള സ്ഥലത്ത് കൊണ്ടുപോയിട്ട് പ്ലേസ് ചെയ്യാം. ഫസ്റ്റത്തെ പിക്ക് നമ്മൾ വെച്ച് കഴിഞ്ഞ് ഇനി രണ്ടാമത്തെ പിക്ക് ആഡ് ചെയ്യാനായിട്ട് ആഡ് ഫോട്ടോയിൽ ക്ലിക്ക് ചെയ്തിട്ട് ആ മാസ്കിൻ്റെ ആ പിക്ക് അതിലേക്ക് ആഡ് ചെയ്തിട്ട് ബ്ലെൻഡ് ചെയ്തിട്ട് മൾട്ടിപ്പിൾ സെലക്ട് ചെയ്യുക. അതിൻ്റെ അടിയിലൊരു ഷെയ്ഡ് വന്നു, അത് പ്രശ്നമാണ്, അത് നമ്മൾ ഇറേസ് ചെയ്ത് കളയാം. എന്നിട്ട് നേരെ ടിക്ക് കൊടുക്കുക, ഇറേസ് ചെയ്ത് ടിക്ക് കൊടുക്കുക. കറക്റ്റ് നമ്മുടെ ഹാപ്പി ഓണത്തിൻ്റെ മുകളിൽ ഇതും കൊണ്ടുപോയി വയ്ക്കാം. ഇവിടെ നമുക്കൊരു ചെറിയ പ്രശ്നം വന്നിട്ടുണ്ട്, കാരണം നമ്മൾ ബ്ലെൻഡ് ചെയ്ത് കൊടുത്തിട്ട് ഇപ്പോൾ ആ ഒരു ഷെയ്ഡ് പോലെ വന്നിട്ടുണ്ട് നമ്മുടെ മാസ്കിന്. അതിനായിട്ട് അത് ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ അഡ്ജസ്റ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്തിട്ട് കോൺട്രാസ്റ്റ് നല്ലോണം കൂട്ടിയിടുക. അപ്പോൾ ആ ഷെയ്ഡ് പൊക്കോളും. ഞാൻ ഇവിടെ കാണിച്ചിട്ടാ, കണ്ടില്ലേ ആ ഷെയ്ഡ് പോയത്. ആ കോൺട്രാസ്റ്റ് ഒന്ന് കൂട്ടിയിട്ടാൽ ആ ഷെയ്ഡ് പോകും. എന്നിട്ട് നേരെ ടിക്ക് കൊടുക്കുക. ഇതുപോലെ തന്നെ നമ്മൾ ഡൗൺലോഡ് ചെയ്ത് വെച്ച എല്ലാ ഫോട്ടോസും നമ്മുടെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ എല്ലാ ഫോട്ടോസ് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ടിക്ക് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഇന്ന് ക്രോപ്പ് ചെയ്തെടുക്കണം. അതിന് ക്രോപ്പിൽ പോയിട്ട് ഇത് ഇത്തിരി ഒന്ന് ക്രോപ്പ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ഇതിൽ ചെറിയൊരു അഡ്ജസ്റ്റ്മെൻറ്റ് ഇതൊക്കെ നടത്താനുണ്ട്. അതിന് നമ്മൾ ടൂൾസിൽ അഡ്ജസ്റ്റിൽ പോയിട്ട് ബ്രൈറ്റ്നെസ്, കോൺട്രാസ്റ്റ്, ക്ലാരിറ്റി ഇതൊക്കെ ഒന്ന് നിങ്ങളുടെ താല്പര്യത്തിന് ഒന്ന് കൂട്ടിയും കുറച്ചൊക്കെ ചെയ്യുക. ഞാൻ അവിടെ കാണിച്ചു തരാം, അതുപോലെ നിങ്ങൾക്ക് ഫോളോ ചെയ്യാം. എല്ലാം ചെയ്ത് കഴിഞ്ഞപ്പോൾ നമ്മുടെ കൈ ആകെ വൃത്തികേടായി, കണ്ടില്ലേ? നമ്മുടെ കൈയും അതിനായിട്ട് നേരെ ഇറേസറിൻ്റെ ടൂൾമ ക്ലിക്ക് ചെയ്യുക. നമ്മുടെ കൈയുമ്മ ഇൻവേർട്ട് കൊടുത്തിട്ട് റീസ്റ്റോറിൽ നമ്മുടെ കൈയും ആ ബുക്കും ഒന്ന് ഇറേസ് ചെയ്യുക. എന്നിട്ട് ഇൻവേർട്ട് വീണ്ടും കൊടുത്താൽ അപ്പോൾ ബാക്ക്ഗ്രൗണ്ട് മാത്രം അതുപോലെ കണ്ടില്ലേ? പിക്സ് ആയിട്ടുള്ള എഡിറ്റിംഗ് ഒക്കെ കഴിഞ്ഞ് നമുക്ക് നമ്മുടെ പിക്ക് നേരെ ലൈറ്റ് റൂമിൽ ആഡ് ചെയ്യാം. ലൈറ്റ് റൂമിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചെറിയ അഡ്ജസ്റ്റ്മെൻ്റ് ഒക്കെ നടത്താം. ഞാനിവിടെ കാണിച്ചു തരാം, അതുപോലെ നിങ്ങൾക്ക് ഫോളോ ചെയ്യാം. എല്ലാ എഡിറ്റിങ്ങും കഴിഞ്ഞ് നമുക്ക് നമ്മുടെ പിക്ക് ദേ അവസാനം ഇതുപോലെ കിട്ടും. സോ ഗായ്സ്, ഇന്നത്തെ വീഡിയോയുടെ അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ചെയ്യുക. എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ഫോളോ ചെയ്ത് വയ്ക്കുക. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് ചെറുതായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. പിന്നെ അതിൻ്റെ അപ്പുറത്ത് തന്നെ ഒരു ബെല്ലൈക്കൺ വന്ന് വരും, അതൊന്ന് ടപ്പ് ചെയ്ത് ഇടിച്ച് പൊട്ടിച്ച് ഓളിലിട്ട് വയ്ക്കുക. എന്നാലാണ് ഞാൻ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ തന്നെ നിങ്ങളുടെ ഫോണിൽ ലഭിക്കുകയുള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ഓണം.